സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടക്കുന്നതായി അർജുന്റെ കുടുംബം. വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി വ്യാജ പ്രചരണമാണ് എന്നാണ് പരാതി. കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകി കുടുംബം. ലിനറ്റ് വർഗീസ് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി ലിനറ്റ്, ആകെ തകർന്നിരിക്കുന്ന ഒരു കുടുംബം, അവർ അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിലാണ് ഇപ്പോൾ ഈ കുടുംബം, അർജുന്റെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഏത് രീതിയിലാണ് വ്യാജ പ്രചരണങ്ങൾ നടന്നത്? വീണ, പ്രതീക്ഷയുടെ 10ാം നാളായിരിക്കുമ്പോൾ പോലും അവർക്ക് പ്രതീക്ഷയുള്ള സമയത്ത് പോലും ഇതുപോലെ ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുന്നത്. വ്യാജ പ്രചരണമാണ് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൻ്റെ പല വാക്കുകളും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് സൈബർ സെല്ലിലാണ് പരാതി നൽകിയത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് സൈന്യത്തിനും അതേപോലെ സർക്കാരിനുമൊക്കെ എതിരായിട്ടുള്ള പ്രചരണമായിട്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അവരെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സ്വന്തം മകനെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും അതേപോലെ സഹോദരിമാരും ഭാര്യയും ഒക്കെയുള്ള കുടുംബം ഇന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടക്കുന്നത്. ഇതിനെതിരെയാണ് കുടുംബം ഇന്നലെ കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് സൈബർ സെല്ലിന്റെ വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. വീണ. ശരി ലിനറ്റ്.